ബൈബിളിൽ അനേകം സ്ത്രീരത്നങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 20:1-18 വാക്യങ്ങളിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. 18-ാം വാക്യത്തിൽ മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യ സാക്ഷിയായി ദൈവവചനത്തിൽ സ്ഥാനം പിടിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് മഗ്ദലക്കാരത്തി മറിയയ്ക്കായിരുന്നു. ക്രൈസ്തവ സഭയിലെ സകല സ്ത്രീരത്നങ്ങൾക്കും മാതൃകയായും വെല്ലുവിളിയായും മഗ്ദലക്കാരത്തി മറിയ നിലകൊള്ളുകയാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലും സഹോദരിമാരായ നമ്മൾ ഓരോരുത്തരും പ്രവർത്തകരാകണം. സ്നേഹവും കരുണയും കൊണ്ട് ലോകത്തെ മാറ്റിയ യേശു ക്രിസ്തുവിന്റെ അനുഭവങ്ങൾ മാറ്റത്തിനായി നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കും പ്രാർത്ഥിക്കാം. സഹോദരിമാരായ ഞങ്ങളെ അങ്ങ് ഉയർത്തേണമേ. എസ്തേറിനെ പോലെ ധൈര്യത്തോടെ, മറിയയെ പോലെ വിശ്വാസത്തോടെ, സമർപ്പണ മനോഭാവത്തോടെ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മീയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുവാനും പ്രയോക്താക്കളായി തീരുവാനും നമുക്ക് പ്രത്യാശിക്കാം എന്ന ആഹ്വാനത്തോടെ ബർശബ സഭയിലെ വനിതാ പോരാളികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കാലത്തിൻ ചുവരെഴുത്തുകൾ മാറ്റി എഴുതുവാൻ നിയോഗിതർ എന്ന് തുടങ്ങുന്ന ശ്രവണ മധുരസുന്ദരമായ ഗാനം.
കാലങ്ങളായി കർമ്മഭൂമിയിൽ സ്ത്രീകൾ സുവിശേഷ സാക്ഷികളാ. നവലോകത്തിൻ അരുണോദയമാം ദൗത്യത്തിൻ പുതുസരണികൾ തേടാം. നവലോകത്തിൻ അരുണോദയമാം ദൗത്യത്തിൻ പുതുസരണികൾ